സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, ആസാദി എക്സ്ക്ലൂസീവിൻ്റെ ഒരു പുതിയ സെക്ഷനിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം കൂടെ നാം കേൾക്കാൻ പോവുകയാണ്. എക്സ്ക്ലൂസീവ് സെഷനാണ്. ജീവിതത്തിൻ്റെ വ്യത്യസ്തമാകുന്ന തുറകളിൽ ദൈവരാജ്യത്തിന്, സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന പ്രിയമുള്ള നമ്മുടെ സഹോദരങ്ങളാണ് സാധാരണ എക്സ്ക്ലൂസീവിൽ വരുന്നത്. ഇന്നും അങ്ങനെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് ആസാദിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ആ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് നമ്മുടെ നടുവിലേക്ക് ദൈവം അയച്ചിരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്കൊക്കെ വലിയ ഇൻസ്പിറേഷന് കാരണമായി തീരട്ടെ. നമുക്ക് ഒരു വാക്ക് ഒന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി. പരിശുദ്ധ പിതാവേ, നല്ല ഈ സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. വൻകാര്യങ്ങളെ ഞങ്ങളുടെ നടുവിൽ അവിടുന്ന് ചെയ്യണം. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ ശ്രേഷ്ഠദാസനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്കൊരു അനുഗ്രഹത്തിന് കാരണമായി തീരണം. എല്ലാം അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ നിമിഷം മുതൽ ഞങ്ങളുടെ ബെനഡിക്ഷൻ പ്രയർ വരെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം. വിവിധ ഭാഗത്തുനിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്ക് ഈ വീഡിയോ ഒരു അനുഗ്രഹമായി തീരണം. അങ്ങനെ സംഭവിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുക്രിസ്തു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ വ്യത്യസ്തതയുള്ള ഒരു ജീവിതാനുഭവം, എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു സെഷൻ, വളരെ പ്രാർത്ഥനയോട് കൂടി നമുക്കായിരിക്കാം. ഇന്ന് നമുക്ക് നമ്മളോടൊപ്പം തൻ്റെ ലൈഫ് ആൻഡ് വർക്ക് ഷെയർ ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് പ്രിയ കർത്താവിൻ്റെ ദാസൻ റവറൻ ഡോക്ടർ ആൽബ്രട്ട് PG ആണ്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ ദേവദാസനെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം സാർ. ദൈവത്തിന് സ്തോത്രം. ഇത്തിരി സന്തോഷമുണ്ട് സാറ്. തിരക്കുള്ള സമയങ്ങളാണെന്നറിയാം, എന്നാൽ അല്പസമയങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വേർതിരിച്ച് നൽകിയതില്ല. ഇന്നത്തെ സെഷന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ രാജ്യം, പ്രത്യേകിച്ചും കേരളമൊക്കെ നേരിടുന്നത് ഒരു വലിയ ചലഞ്ചാണ്, പ്രശ്നമാണ്. വിവിധ തരത്തിലുള്ള അഡിക്ഷൻ, ചെറുപ്പക്കാരൊക്കെ ഒത്തിരി തെറ്റായ വഴികളിലൂടെ പോകുന്നൊരു കാലം. അതുകൊണ്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്ന ചില ജീവിതാനുഭവങ്ങളും ചില ടോക്സും ഒക്കെ നമുക്ക് കൊണ്ടുവരണം എന്നൊരു വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറേ ആളുകളുമായിട്ട് ഈ ദിവസങ്ങളിൽ ബന്ധപ്പെട്ടു. അങ്ങനെയുള്ള ഒരു സീരീസിൻ്റെ ആദ്യത്തെ ഒരു സെഷനാണ് നമുക്ക് ഇന്ന് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. പ്രിയ ആൽബർട്ട് സാറ് ബാംഗ്ലൂരിൽ താമസിച്ചുകൊണ്ട് പ്രത്യേകിച്ചും അഡിക്ഷൻസ്, അതിൽ പ്രശ്നങ്ങൾ നേരിടുന്നവരെ ഹെൽപ്പ് ചെയ്യുന്ന അഭയം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന് നേതൃത്വം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ താനായിരിക്കുന്ന ന്യൂ ലിവിങ് ഹോപ്പ് അല്ലേ പാസ്റ്ററെ? ലിവിങ് ഹോപ്പ് കമ്മ്യൂണിറ്റി ചർച്ചിൻ്റെ പാസ്റ്ററൽ ടീമിൻ്റെ ഭാഗവും കൂടെ അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുക സാറേ. ബാംഗ്ലൂരിലാണ് ജനിച്ചു വളർന്നത് അല്ലേ? ഞാൻ ജനിച്ചതും വളർന്നതും ബാംഗ്ലൂരിൽ തന്നെ. അപ്പം എന്നോട് നേരത്തെ പറഞ്ഞു അത്യാവശ്യം മലയാളം. അതെ, മലയാളം പറയും. വലിയ വലിയ വാക്കൊക്കെ തപ്പിട്ട് വരും. സാരമില്ല സാറേ, നമ്മുടെ പ്രേക്ഷകർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്കൊരു അനുഗ്രഹമായി തീരും. അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും. നാട്ടിൽ എവിടെയാണെന്നൊക്കെ ഓർമ്മ, അങ്ങനെ പേരുകളും സ്ഥലപ്പേരും ഒക്കെ പറയാൻ അറിയാമോ? എന്റെ ഗ്രാൻഡ് ഫാദർ കായംകുള, മമ്മിയുടെ സ്ഥലം പത്തനാപുരം, പിന്നെ ഇപ്പൊ എന്റെ വൈഫ് തൃശ്ശൂരാ. അപ്പൊ അതാണ് എനിക്ക് കൂടുതലും കേരളമായിട്ടുള്ള ബന്ധം. ശരിക്കും ഞാൻ മലയാളം പറയാൻ തുടങ്ങിയത് കല്യാണം കഴിഞ്ഞിട്ടാ. ഞങ്ങള് വീട്ടിൽ ഇംഗ്ലീഷാ പറയുന്നത്. ശരി, ഓക്കെ. അപ്പം സാറിന്റെ പേരൻസും ബാംഗ്ലൂരിലായിരുന്നു അല്ലേ? അവരും ഡാഡി ജനിച്ചോളുന്നത് ഇവിടെ തന്നെ ആയിരുന്നു. ശരി, ഓക്കെ. അപ്പൊ അതൊക്കെയാണ് കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത്. വൈഫും വീട്ടിൽ ആരൊക്കെയുണ്ട്? കുടുംബത്തെ കുറിച്ച്, സാറിന്റെ പേഴ്സണൽ കുടുംബത്തെ കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ. എന്റെ വൈഫ് ലാലി ഞങ്ങളുടെ കൂടെ തന്നെ മിനിസ്ട്രിയിലാണ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട്. 2 പിള്ളേര്. മൂത്താള് ഡിഗ്രി ചെയ്യുന്നു, സെക്കൻഡ് ഇയർ. രണ്ടാമത്തെ ആള് 10th സ്റ്റാൻഡേർഡ് ബോർഡ് എക്സാം ജസ്റ്റ് ഫിനിഷ് ചെയ്തു. ഇനിയും 11th പോകും. ഞങ്ങൾ കുടുംബമായിട്ട് മിനിസ്ട്രിയിലാണ്. ഞാൻ മിനിസ്ട്രിയിലായിട്ട് ഓൾമോസ്റ്റ് 30 years ആയി. പലയിടത്തായിട്ടും പല രീതിയിലുള്ള മിനിസ്ട്രി. പക്ഷെ എപ്പോഴും എൻ്റെ ഫോക്കസ് അഡിക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എൻ്റെ. അഭയം സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി? അഭയം ഞങ്ങൾ തുടങ്ങിയത് 2007 ഇപ്പൊ അത് ദിസ് ഇസ് ആർ 18th year, 18 വർഷമായി.
ഞങ്ങൾ അഭയം എന്നുള്ള പേര് വെക്കാൻ കാരണം ഈ അഭയം എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ്, അതിന്റെ സംസ്കൃതത്തിലുള്ള മീനിങ് ഫ്രീഡം എന്നാണ്. അതാണ് അതിന്റെ പ്രൈമറി മീനിങ്. പിന്നെ നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ അതിനൊരു ഭയമില്ല എന്നുള്ളതും പിന്നെ ഒരു ഷെൽട്ടർ എന്നുള്ളൊരു മീനിങ്ങും ഉണ്ട്. പക്ഷെ പ്രൈമറി മീനിങ് ഫ്രീഡം എന്നാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഈ ഒരു ബോണ്ടേജിലോ ഒരു ബന്ധനത്തിലോ ഉള്ള ആൾക്കാർക്ക് ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു ഫ്രീഡം കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഈ ഓർഗനൈസേഷൻ. ശരി, അതൊരു പുതിയ അറിവായിരുന്നു. അഭയം എന്ന പദത്തിന് സംസ്കൃതത്തിൽ ഫ്രീഡം എന്നൊരു ഒരു അർത്ഥമുണ്ടെന്നുള്ളത് എനിക്കും ഒരു പുതിയ അറിവായിരുന്നു. അപ്പം കൂടുതലും നമ്മളിങ്ങനെ അഡിക്ഷനിൽപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യുന്നു, ഈ അഭയത്തിലൂടെ ഹെൽപ്പ് ചെയ്യുന്നു. അതെ, ഞങ്ങൾക്ക് 2 ഹോമുണ്ട്. ഒന്ന് മെൻസ് ഹോം, പിന്നെ ഒരു ലേഡീസിന് വേണ്ടിയിട്ട് ഒരു ഹോം. ഇപ്പൊ ബാംഗ്ലൂരിലാണെങ്കിലും ഇന്ത്യയിലെ പല സിറ്റീസിലും കൂടുതൽ വിമൻ അഡിക്ട്സ്, പെണ്ണുങ്ങളെ അഡിക്ഷനിലുള്ള ഒരവസ്ഥയാണ്. അതില് ഈ ഇടയ്ക്കായിട്ട് കൊച്ചിനും ആഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്കറിയാം എങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ 2 ഹോമുണ്ട്. മെൻസ് ഹോം 20 ബെഡിന്റെ, ലേഡീസ് ഹോം 5 ബെഡിന്റെ. അപ്പൊ ഞങ്ങൾ ഈ 2 ഹോമില് ആൾക്കാർ വില്ലിംഗ് ആയിട്ട് വരണം. ഞങ്ങൾ ആരെയും ഫോഴ്സ്ഫുള്ളി എടുക്കാറില്ല. അവര് വില്ലിംഗ് ആയിട്ട് വന്ന് 6 മാസം കമ്പൽസറി ആയിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഈ 6 മാസത്തിന്റെ ഇടയ്ക്ക് അവർക്ക് ഞങ്ങള് ബേസിക്കലി ഒരു പ്ലാറ്റ്ഫോമാ ക്രിയേറ്റ് ചെയ്യുന്നത്. അവർക്ക് ദൈവത്തെ കണ്ടുമുട്ടാനുള്ള ഒരു പ്ലാറ്റ്ഫോം. കാരണം നമ്മളായിട്ട് ഒരു അഡിക്ഷനിലുള്ള ഒരാളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്നത് ദൈവത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക. ദൈവമാണ് ചെയ്യുന്ന പ്രവർത്തനം എല്ലാം ചെയ്യുന്നത്. അതാണ് ഞങ്ങളുടെ ചെയ്യുന്ന രീതി. ഇങ്ങനെയാണ് ഞങ്ങൾ ഫങ്ഷൻ ചെയ്യുന്നത്. സാറേ, നമുക്ക് സാറിൻ്റെ വർക്കിനെ കുറിച്ച് ഇനിയും കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അതിനു മുമ്പ് ഫ്രം യുവർ ചൈൽഡ്ഹുഡ്, ചെറിയ പ്രായം മുതലുള്ള ജീവിതാനുഭവങ്ങളെന്ന് പറയുകയാണെങ്കിൽ കർത്താവുമായിട്ടുള്ള ഒരു 1-to-1 ഒരു എൻകൗണ്ടർ എങ്ങനെ ഉണ്ടായത്, അങ്ങനെയുള്ള ലൈഫ് സ്റ്റോറീസ്, റിമാർക്കബിളായിട്ട് മറക്കാൻ പറ്റാത്ത ജീവിതാനുഭവങ്ങൾ ഒന്ന് പറയുകയാണെങ്കിൽ, എങ്ങനെയാണ് ഈ ഒരു മിനിസ്ട്രിയിലേക്ക് വന്നത്, മിനിസ്ട്രിയിലേക്ക് എങ്ങനെയാണ് ഡെഡിക്കേറ്റ് ആയത്, ഇങ്ങനെയുള്ള ലൈഫ് എല്ലാം ഒന്ന് പറയുകയാണെങ്കിൽ സന്തോഷമാണ്. അത് ഒന്ന് ആദ്യം കേൾക്കാം നമുക്ക്. ഓക്കെ, അത് പറയണമെങ്കിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള കഥ പറയണം. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എനിക്കൊരു മൂത്ത ചേട്ടനുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ പേരൻസ് എന്നെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം സ്പെഷ്യലി എൻ്റെ ഫാദറിനൊരു പെങ്കൊച്ചിനെ വേണമെന്നായിരുന്നു. പക്ഷെ ഞാനാ ജനിച്ചേ. പക്ഷെ എൻ്റെ ഫാദർ അത് ഞാൻ ചെറുതായിരുന്നപ്പോൾ എന്നോട് പറഞ്ഞ്, നിന്നെ ഞങ്ങൾക്ക് വേണ്ടായിരുന്നു, വി വാണ്ടഡ് എ ഗേൾ, ഒരു പെങ്കൊച്ചിനെയാ വേണ്ടേ എന്നുള്ളത്. അപ്പൊ ഞാന് വളർന്നു വന്നത് എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും ഇഷ്ടമില്ല, ഐ എം നോട്ട് അക്സെപ്റ്റഡ്, ഐ എം നോട്ട് വാണ്ടഡ് എന്നുള്ള ഒരു ഫീലിംഗുമായിട്ടാണ് ഞാൻ വളർന്നു വന്നത്. അപ്പൊ ഈ ഫീലിംഗ് എപ്പോഴും ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ഡാഡിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പഠിപ്പിൽ ടോപ്പായിരുന്നു, സ്കൂളിലെ എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ടോപ്പായിരുന്നു. ക്വിസ്, എലക്യൂഷൻ, സ്പോർട്സിൽ ഞാൻ സ്റ്റേറ്റ് ലെവൽ വരെ പോയിട്ടുണ്ട് ഓടാൻ, അത്ലറ്റിക്സിന്. പ്രൊഫഷണൽ ഫുട്ബോളർ ആയിരുന്നു. ഇതൊക്കെ ഞാൻ ചെയ്തത് എൻ്റെ ഫാദറിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം എനിക്കൊരു അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി, എന്നെ അംഗീകരിക്കണം, എന്നെ റിസീവ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട്. എൻ്റെ ഫാദർ ഒരു എയ്ത്തീസ്റ്റ് ആയിരുന്നു, നെവർ ബിലീവ്ഡ് ഇൻ ഗോഡ്. അതിന് കാരണം എന്ന് വെച്ചാൽ ഹി വാസ് എ ആർമി ഓഫീസർ. ആർമി ഓഫീസറായിട്ട് ഇരുന്ന് ഇൻഡോ പാകിസ്ഥാൻ വാറിൽ ബുള്ളറ്റ് അടിച്ചതാ ഹിപ്പ് ജോയിന്റിൽ. അങ്ങനെ ഡിസേബിൾഡ് ആയി, വീൽ ചെയറിലായി. അങ്ങനെ ദൈവം വേണ്ട എന്നുള്ളൊരു ലൈഫായിരുന്നു. എന്നിട്ട് മമ്മിയുടെ ഫാദർ, മൈ ഗ്രാൻഡ് ഫാദർ, പാസ്റ്റർ ആയിരുന്നു, IPCയിലെ സെൻട്രൽ പാസ്റ്റർ ആയിരുന്നു. അപ്പൊ മമ്മി ഈസ് എ ബിലീവർ. അപ്പൊ ഞങ്ങൾ വളർന്നു വന്നത് ഒരു ബിലീവറും ഏത്തീസ്റ്റിന്റെയും ഒരു കോൺഫ്ലിക്റ്റിലാണ്. മമ്മി ഞങ്ങളെ വിളിച്ചോണ്ട് പള്ളിയിൽ പോവും, ഡാഡി വിൽ ഹിറ്റസ്. ഞങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ വരുമ്പം എന്തിനാ പോയെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു എൻ്റെ. ഞാൻ വളർന്നു വന്നപ്പം എപ്പോഴും എൻ്റെ സെർച്ച് അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പല ചാലഞ്ചസ് ഏറ്റെടുക്കുമായിരുന്നു.
ചെയ്യുന്ന എല്ലാം സ്പെഷ്യലായിട്ട് എക്സ്ട്രാ ആയിട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എനിക്ക് ചാലഞ്ചസ് ഇടാൻ തുടങ്ങി. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഒരു സെമിട്രി പോയി ഫുൾ രാത്രി കിടക്കാൻ പറ്റുമോ എന്ന്. ഞാനത് ചെയ്തു. അന്ന് ഞാൻ 9ൽ പഠിക്കുക, ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെ. പിന്നെ അത് കഴിഞ്ഞ് ഒന്നും സംഭവിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ചാലഞ്ച് വന്നു. ഞാന് ക്ലാസ്സിൽ വെച്ച് ടീച്ചർ ഉള്ളപ്പം ഒരു സിഗരറ്റ് ഫുള്ളായിട്ട് സ്മോക്ക് ചെയ്യാൻ പറ്റുമോ? ഞാനത് ഏറ്റെടുത്തു, ഞാനത് ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്ന് എന്നെ ലീഡർ ആക്കി. ഏത് ചാലഞ്ചും ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരാളാണ്, ഇതാണ് ഞങ്ങളുടെ ലീഡർ. അപ്പൊ എനിക്ക് തോന്നി, എനിക്ക് അക്സെപ്റ്റൻസ് കിട്ടി. ഇപ്പൊ ഞാൻ അവരുടെ ലീഡറായി. അപ്പൊ ഈ സിഗരറ്റ് കാരണമാണ് എനിക്ക് അക്സെപ്റ്റൻസ് കിട്ടിയത് എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക്. പെട്ടെന്ന് സിഗരറ്റിൽ നിന്ന് മാറി ഡ്രിങ്ക്സിലോട്ടും ആൽക്കഹോളും പിന്നെ ഡ്രഗ്സും. പിന്നെ ഞാനിങ്ങനെ ഇഞ്ചെക്ട് ചെയ്യാൻ തുടങ്ങി ഡ്രഗ്സ്. അപ്പൊ എന്റെ ഈ കയ്യിലൊക്കെ ഇങ്ങനത്തെ മാർക്കുകളുണ്ട് ഇഞ്ചെക്ട് ചെയ്യുന്നതിന്റെ ഇപ്പോഴും. അതങ്ങ് പെട്ടെന്നായിരുന്നു ആ ഒരു ട്രാൻസിഷൻ. ആം, ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ആയപ്പം ഞാൻ കക്കാൻ തുടങ്ങി. പൈസ വേണം, എവിടെ നോക്കിയാലും കട്ടെടുക്കുമായിരുന്നു, കള്ളം പറയുമായിരുന്നു. എങ്ങനെയാലും എനിക്ക് എന്റെ കിട്ടേണ്ട സാധനം കിട്ടണം. പിന്നെ ഞാൻ ഗ്യാങ് ഫൈറ്റ്സിൽ കയറി. ആൾക്കാരെ അടിക്കാനൊക്കെ തുടങ്ങി. അതിനുവേണ്ടി എനിക്ക് പൈസ കിട്ടുമായിരുന്നു ഗ്യാങ് ഫൈറ്റ് ആയിട്ട്. പിന്നെ ഇതൊക്കെ കൊണ്ട് പോലീസ് എന്നെ പല പ്രാവശ്യം അറസ്റ്റ് ചെയ്തു. ജയിലിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോഴത്തെ ഇതിന്റെ ഇടയ്ക്ക് എന്റെ 10th സ്റ്റാൻഡേർഡ് ഞാൻ എഴുതി. ഞാൻ പോയി തോക്കാൻ വേണ്ടി എഴുതി, കാരണം എനിക്ക് ജയിക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എന്റെ ഹിസ്റ്ററി ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ 4 പ്രാവശ്യം എഴുതി. ആം, എനിക്ക് 48 മാർക്ക് കിട്ടി. ഞാൻ ഒരു ആൻസറും എഴുതിയില്ല. അപ്പൊ അങ്ങനെ ഞാൻ 36%-ആയിട്ട് 10th സ്റ്റാൻഡേർഡ് ഞാൻ പാസ് ചെയ്തു. പക്ഷെ ഞാൻ പാസ് ചെയ്യുന്നൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തീരെ കുറവ് മാർക്ക് കിട്ടിയുള്ളല്ലോ എന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇത് എന്റെ ഫാദറിനോടുള്ള ഒരു റിവെഞ്ച് ആയിരുന്നു എനിക്ക്. അപ്പോഴത്തേന് എന്റെ ആ ആ യുനോ ഫാദറിനോട് എനിക്ക് അങ്ങ് ഒരുമാതിരി വെറുപ്പും ദേഷ്യവും എല്ലാം കൂടെ ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു. എന്നിട്ട് പക്ഷെ എന്റെ ഈ അഡിക്ഷനിലുള്ള ആ ജീവിതം അങ്ങ് റിയലി റിയലി ബാഡ് ആയി. ഒരു കൺട്രോൾ ഇല്ലാതെ പോയി. ആം, അവസാനം ഞാന് ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ട് ജയിലും ഗ്യാങ് ഫൈറ്റും ഒക്കെ ആയിട്ട് എന്റെ ഡാഡി എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഞാൻ സന്തോഷത്തോടെ ഇറങ്ങിപ്പോയി. ഞാൻ ഓർത്ത് എനിക്ക് എന്റെ ഫ്രീഡം കിട്ടിയെന്ന്. പക്ഷെ അത് ഒരാഴ്ച പോലും ലാസ്റ്റ് ചെയ്തില്ല. അവസാനം ഞാൻ ഫുട്പാത്തിൽ കിടന്നുറങ്ങേണ്ടി വന്നു. ഞാൻ ഓൾമോസ്റ്റ് 3 മാസം ഫുട്പാത്തിൽ കിടന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു, കാരണം എനിക്ക് നല്ലൊരു വീടുണ്ടായിരുന്നു, എനിക്കായിട്ട് ഒരു റൂം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് ഫുട്പാത്തിൽ കിടക്കേണ്ടി വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര പറ്റത്തില്ലായിരുന്നു ആദ്യമൊക്കെ. പിന്നെ അതങ്ങ് ഓൾമോസ്റ്റ് യൂസ് ആയി വന്നതാ. ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ കണ്ടത്. ഈ ഫ്രണ്ട് ആണെങ്കിൽ എൻ്റെ സ്കൂൾ സമയത്ത് എന്നോട് ഞാൻ എഴുതുന്ന ആൻസറിന് കോപ്പി ചെയ്ത് എഴുതുമായിരുന്നു. അപ്പം അത്രയ്ക്ക് ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഈ പുള്ളിയിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. ആ പുള്ളി എന്നെ കണ്ടു, തിരിച്ചങ്ങ് നടന്നു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എന്നെ നോക്കി ഒരു ചോദ്യം ചോദിച്ചത്. ഞാൻ എന്താ ഇങ്ങനെ, എന്താ പറ്റിയ എനിക്ക്, ഞാൻ എവിടാ തെറ്റിപ്പോയെ എന്നുള്ളൊരു ചോദ്യം. ഞാൻ ഇത് ചോദിച്ച ഉടനെ എൻ്റെ ചൈൽഡ്ഹുഡില് സൺഡേ സ്കൂളിൽ ഞങ്ങൾ റെഗുലർ ആയിട്ട് പോകുമായിരുന്നു. മമ്മി ഞങ്ങളെ വിളിച്ചോണ്ട് പോയിരുന്നു. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കുക, എനിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ദൈവം എനിക്കൊരു പാട്ട് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നു. ആ പാട്ട് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ജീസസ് ലവ്സ് മീ ദിസ് ഐ നോ. യേശു എന്നെ സ്നേഹിക്കുന്നു, എനിക്കിത് അറിയാവുന്നുള്ള. അപ്പൊ ആ പാട്ട് വന്നപ്പോ എനിക്ക് സഡൻ ആയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഏനോ ഇപ്പൊ നോക്കി, ഈ എന്റെ ഫ്രണ്ട് എന്നെ കണ്ട് തിരിച്ചങ്ങ് പോയി. എന്റെ ഫാമിലി, എനിക്കാരുമില്ല, എന്നെ വെളി പറഞ്ഞു വിട്ടിരിക്കുക. എന്നെ ശരിക്കും സ്നേഹിക്കുന്നു. അപ്പൊ ദൈവം ഒരു പീസ് തന്നു, ഒരു സമാധാനം. അതെനിക്ക് ഇപ്പോഴും അങ്ങോട്ട് വാക്കിലിടാൻ പറ്റില്ല. പക്ഷെ ഒരു ഒരു റിയൽ അമേസിങ് സമാധാനമായിരുന്നു അത്. അതുകൂടെ എനിക്ക് മനസ്സിലായി, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും അത് ശരിയാണെന്നുള്ളത്. ഇപ്പൊ എന്റെ രണ്ടാമത്തെ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ഈ ചെയ്യുന്നതെല്ലാം എനിക്ക് വിടണം. ഇതിൽ നിന്ന് എനിക്കൊരു എന്നെ ജസ്റ്റ് സെൻഡ് മീ ഔട്ട് ഓഫ് ദിസ്, ഡെലിവർ മീ എന്നുള്ളൊരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ വീട്ടിലേക്ക് നടന്നു. അവിടുന്ന് എന്റെ വീട് കുറച്ച് ദൂരെ ഉള്ളായിരുന്നു. പക്ഷെ എനിക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു.
ഇതിന് വേറൊരു കാരണം എന്ന് വെച്ചാൽ ഞാനൊരു വെരി ബാഡ് ഗാങ് ഫൈറ്റിൽ ഇൻവോൾവ് ആയി. ഒരു വലിയൊരു ഗുണ്ടേനെ അടിച്ചു, അങ്ങനെ ഒരു ഗാങ് ഫൈറ്റും കൂടെ ഇൻവോൾവ് ആയിരുന്നു. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നു. മമ്മി വീട്ടിൽ വാതിൽക്കൽ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വരുന്നു എന്ന് അറിയുന്ന പോലെ. ആൻഡ് ഡാഡി വന്നിട്ടും കുറച്ച് നാളെടുത്തു. പക്ഷെ എനിക്കറിയായിരുന്നു അന്ന് ദൈവം എന്നെ തൊട്ടെന്ന്. കാരണം പല കാര്യങ്ങളും നടന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു വിഡ്രോളും ഉണ്ടായില്ല. വിഡ്രോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പക്ഷെ വിഡ്രോൾ എന്ന് പറയുന്നത് നമ്മൾ ഈ അഡിക്ഷനിൽ ഇരിക്കുമ്പം, ഈ അഡിക്ഷൻ വിടുമ്പം നമ്മുടെ ശരീരം റിയാക്ട് ആവും. ഇപ്പൊ കുടിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു ആൽക്കഹോളിക് ആണെങ്കിൽ, പുള്ളി കുടി വിടുമ്പം കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും. പിന്നെ കണ്ണീന്ന് വെള്ളം വരും, ലൂസ് മോഷൻ ഉണ്ടാവും, സ്റ്റമക്ക് അപ്സെറ്റ്. ഇതിനാണ് വിഡ്രോൾ എന്ന് പറയുന്നത്. വിഡ്രോൾ സിംറ്റംസ് എന്ന് പറയും. ഈ വിഡ്രോൾസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവണം. എനിക്ക് ദൈവം അന്ന് എന്നെ തൊട്ടെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് ഒരു വിഡ്രോൾസും ഉണ്ടായില്ല. ഞാൻ ആക്ച്വലി മൾട്ടിപ്പിൾ ഡ്രഗ്സ് ആണ്, പല രീതിയിലുള്ള ഡ്രഗ്സ് എടുക്കും, ഇൻജക്റ്റിംഗ് ഡ്രഗ് യൂസറാണ്. അപ്പൊ എനിക്ക് ആക്ച്വലി സിവിയർ എക്സ്ട്രീം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഡ്രോവൽ ഉണ്ടാവണം. പക്ഷെ എനിക്കൊന്നും ഉണ്ടായില്ല. അന്ന് എനിക്ക് മനസ്സിലായി ദൈവം എന്നെ തൊട്ടെന്നുള്ളത്. പിന്നെ അങ്ങോട്ട് തൊട്ട് ഇത്രയും വർഷമായിട്ടും എനിക്ക് എന്നും ഒരു മിറക്കിളാണ്. ഞാൻ അത് കഴിഞ്ഞ് കോളേജിൽ പോയി. ഞാൻ കോളേജിൽ ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നു. ഇന്ന് എനിക്ക് പലയിടത്തു നിന്നും ഡിഗ്രി ഉണ്ട്. സിംഗപ്പൂരിൽ നിന്ന് ഒരു ഡിഗ്രി ഉണ്ട്, സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഒരു MBA ഉണ്ട്, US നിന്ന് ഒരു PhD ഉണ്ട്. അങ്ങനെ അത് എനിക്ക് തന്നെ ഒരു ആശ്ചര്യം. പക്ഷെ ഇതൊന്നും ഒന്നുമല്ല. കാരണം ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നത് തന്നെ ഒരു വലിയ മിറക്കിളാണ്, ഈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ച്. അവിടുന്നാണ് എനിക്കൊരു വിഷൻ ഉണ്ടായത്. ഞാൻ എൻ്റെ മിനിസ്ട്രി ഇങ്ങനെ ആയിരിക്കും, ഞാൻ ചെയ്യുന്ന പ്രവർത്തനം ഇങ്ങനെ അഡിക്ട്സും ആൽക്കഹോളിക്സും ആയിട്ടുള്ളവരെ സഹായിക്കുന്ന ഒരു മിനിസ്ട്രി തുടങ്ങണമെന്നുള്ളൊരു ദർശനം എനിക്ക് കിട്ടിയത് അപ്പോഴാണ്. അപ്പം നമ്മൾ നടന്നുപോയ ആ വഴി, ആ ജീവിതാനുഭവങ്ങൾ, അതാണ് ഈ ഒരു രംഗത്തേക്ക് കൊണ്ടുവന്നത് അല്ലേ? ഈ ഒരു അതെ, അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു മിനിസ്ട്രി ഞാൻ ഒരിക്കലും ചൂസ് ചെയ്യത്തില്ല. അത് ഉണ്ടായിട്ട് തന്നെ ചിലപ്പോ ഇത് ചെയ്യാൻ ഭയങ്കര പാടാ. ഐ മീൻ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് മിനിസ്ട്രി. ഭയങ്കര ഒരു യുനോ ഉറക്കമില്ലാത്ത രാത്രികള്, പല 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 ചാലഞ്ചസ് ഉണ്ട്. സാറിൻ്റെ കുടുംബത്തെക്കുറിച്ച്, വിവാഹമൊക്കെ ഏതൊരു സമയത്തായിരുന്നു? ഈ ഒരു മിനിസ്ട്രി തുടങ്ങുന്നതിന് മുമ്പായിരുന്നോ? അതെ, ഞങ്ങളിപ്പോ കല്യാണം കഴിച്ചത് ഈ ഇടയ്ക്ക, ജസ്റ്റ് 25 years, 25 വർഷമായി. പക്ഷെ എന്റെ കല്യാണം ചെയ്ത് എന്റെ വൈഫ് ക്യാമ്പസ് ക്രൂസൈഡിലെ സ്റ്റാഫായിരുന്നു. ഞാൻ ആക്ച്വലി ഒരിക്കലും ഓർത്തില്ല കല്യാണം കഴിക്കുമെന്ന്. കാരണം ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു, എന്നെ പോലുള്ളൊരു ഇത്രയും മെസ്സായിട്ടുള്ള ഒരാളെ ആര് കെട്ടും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. പിന്നെ എനിക്ക് ദൈവവചനത്തിൽ കൂടെ ഒരു പ്രോമിസ് കിട്ടി, ഇൻ ക്രൈസ്റ്റ് എവറിത്തിങ് ഇസ് ന്യൂ. ദൈവത്തിൽ എല്ലാം പുതിയതാവുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളപ്പം എന്റെ ജീവിതത്തിൽ എല്ലാം പുതിയതാണ്, പഴയതെല്ലാം പോയി എന്നുള്ളൊരു ആ ഉറപ്പ് എനിക്ക് വന്നപ്പോഴാണ് ഞാൻ കല്യാണം കഴിക്കും എന്നുള്ള തീരുമാനത്തിൽ വന്നത്. അങ്ങനെയാണ് ലാലി എന്റെ ജീവിതത്തിൽ വന്നതും ഞങ്ങളുടെ കല്യാണം നടന്നതും ഒക്കെ. അതൊരു വേറൊരു അത്ഭുതമാണ്. എങ്ങനെ പറയാം കേട്ടോ നടന്നു. സാറേ, ആ കേൾക്കണമെന്ന് പ്രേക്ഷകർക്കും ആഗ്രഹമുണ്ട്. അതെ, ഞങ്ങക്ക് എല്ലാ ക്രിസ്ത്യന്റെ ലൈഫും, എവരി ക്രിസ്ത്യൻസ് ലൈഫ് ഈസ് എ മിറക്കിൾ എന്നാണ് അല്ലേ? നമ്മൾ എല്ലാ ദിവസവും നമ്മൾ അത്ഭുതം കാണുന്നില്ലേ? കാരണം വി വാക്ക് വിത്ത് എ ലിവിങ് ഗോഡ്. സോ അതെ അതെ സാർ, യു ക്യാൻ കണ്ടിന്യൂ. അതെ, അപ്പൊ എന്റെ കല്യാണം എന്ന് പറയുന്നത്, ഞാൻ അന്നൊരു മ്യൂസിക് മിനിസ്ട്രിയിലായിരുന്നു, ബാംഗ്ലൂരിൽ തന്നെ. ലിവിങ് ബൈ ഫെയ്ത്ത്, ഒന്നുമില്ല, ജസ്റ്റ് കഷ്ടിച്ച് വണ്ടിക്ക് പെട്രോൾ ഇടാനുള്ള കാശ് കിട്ടും, അത്ര തന്നെ. അങ്ങനെ ഒരു മിനിസ്ട്രിയിൽ കല്യാണമൊക്കെ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു ദൈവം നടത്തും. കാരണം അങ്ങനത്തെ ഒരു ഫെയ്ത്ത് ലൈഫ് ആയിരുന്നു എൻ്റെ. ആയിരുന്നെന്നല്ല, ഇപ്പോഴും ആണ്, അങ്ങനെ തന്നെ ജീവിക്കുന്നത്. അപ്പോ ലാലിനെ ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുമ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞു. ഷീ വാസ് അബ്സല്യൂട്ട്ലി ഫൈൻ. അങ്ങനെ ഒരു പ്രോഫസി ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്ക്, ഒരു യുണീക്ക് മിനിസ്ട്രിയിൽ ആർക്കും വേണ്ടാത്ത ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മിനിസ്ട്രിയിലേക്കായിരിക്കും ഫ്യൂച്ചർ ഉണ്ടാവുക എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. സോ ഇറ്റ്സ് എ മിറക്കിൾ. ഏർലി മിനിസ്ട്രി ഒക്കെ എങ്ങനെയായിരുന്നു? വെൻ യു സ്റ്റാർട്ടഡ് യുവർ മിനിസ്ട്രി, അത് പാസ്റ്ററൽ മിനിസ്ട്രി ആയിരുന്നോ അതോ ഈ ഒരു മേഖലയിൽ തന്നെയായിരുന്നോ? എങ്ങനെയായിരുന്നു തുടക്കമൊക്കെ? അന്ന് തുടക്കത്തിൽ
ഉണ്ടായ അനുഭവങ്ങൾ ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ. ഞാൻ പാസ്റ്ററൽ മിനിസ്ട്രി ശരിക്കും ഒരു 4 വർഷം കൽക്കട്ടയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാം ഞാനിങ്ങനെ പല ഡിഫറെന്റ് മിനിസ്ട്രീസിലായിരുന്നു. അതിനു മുമ്പേ ഞാൻ ബൈബിൾ കോളേജ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. ആദ്യമായിട്ട് ഒരു മ്യൂസിക് മിനിസ്ട്രിയിലായിരുന്നു ഒരു 5 ഇയേഴ്സ്. പിന്നെ എൻ്റെ ഈ ബേർഡൻ ടു യുനോ ഹാഡിക്സിന് കൂടെയുള്ള ജോലി ചെയ്യാനുള്ള ബേർഡൻ കാരണമാണ് ഞാൻ അവിടുന്ന് വിട്ടിട്ട് ഞാൻ ട്രാവൽ ചെയ്തത്. കുറച്ചുനാൾ ഡൽഹിയിലുണ്ടായിരുന്നു, കുറച്ചുനാൾ കൽക്കട്ടയിലുണ്ടായിരുന്നു. അപ്പോഴത്തേന് എൻ്റെ കല്യാണവും കഴിഞ്ഞായിരുന്നു. ഞാൻ മ്യൂസിക് മിനിസ്ട്രിയിലായിരുന്നപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ യാത്ര ചെയ്തു. പിന്നെ ഞാൻ കുറച്ചാൾ ഹോങ്കോങ്ങിലുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെയൊക്കെ വെച്ച് ഞാൻ ട്രെയിനിങ് എടുത്തിട്ടാണ് തിരിച്ച് ബാംഗ്ലൂരിൽ വന്ന് ഞങ്ങൾ ഈ മിനിസ്ട്രി തുടങ്ങിയത്. ഞങ്ങൾ മിനിസ്ട്രി തുടങ്ങിയത് തന്നെ ടോട്ടലി ബൈ ഫെയ്ത്ത് ആയിരുന്നു. ഒന്നുമില്ലായിരുന്നു കയ്യിൽ. അവിടുന്ന് തുടങ്ങിയതാ. ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാം ഡൊണേഷനിൽ വന്നതാ. എന്നിട്ട് ഇപ്പോഴും ഞങ്ങളൊരു സാലറി എടുക്കുന്നില്ല. ഞങ്ങള് വിശ്വാസത്താൽ ബൈ ഫെയ്ത്ത് ആണ് ഞങ്ങളുടെ മിനിസ്ട്രി. പിന്നെ ഈ ഏർലി മിനിസ്ട്രിയിൽ ഞങ്ങൾ മ്യൂസിക് മിനിസ്ട്രിയിലായിരുന്നെങ്കിലും പല പല ടൈം ഓൾമോസ്റ്റ് ഒത്തിരി എൻ്റെ സമയം കൂടുതൽ ഈ അഡിക്ഷനുമായിട്ടുള്ള ഒരു മിനിസ്ട്രി ആയിരുന്നു. അപ്പൊ അങ്ങനെ ആണ് എനിക്ക് മനസ്സിലായത് ഇതാണ് എൻ്റെ മിനിസ്ട്രി എന്നുള്ള കൺഫർമേഷൻ എനിക്ക് കിട്ടിയതും ഞാൻ ഇതിനുവേണ്ടി ഇറങ്ങുന്നത്. കാരണം ഇതിനുള്ള ചാലഞ്ചസ് എന്തുവാന്ന് എനിക്ക് ശരിക്കും അറിയാം. ഇപ്പൊ നമുക്കൊരു 100 പേരുമായിട്ട് ജോലി ചെയ്യുവാണെങ്കിൽ ഒരാൾ മാറും. അതാണ് ഇതിന്റെ ഒരു ചാലഞ്ച്. പിന്നെ പക്ഷെ ഇത് നമ്മുടെ വർക്കല്ല, ദൈവത്തിന്റെ വർക്കാണ്. സോ ഇവിടെ അഭയത്തില് ഞങ്ങൾക്ക് ഒരു 60% സക്സസ് റേറ്റ് ഉണ്ട്. അത് ഞങ്ങൾക്ക് അറിയാം നല്ലപോലെ. ഇത് ഞങ്ങളാരും ഒന്നും ചെയ്യുന്നതല്ല. പിന്നെ ഫണ്ടിങ് വരുമ്പം ഓൾമോസ്റ്റ് സീറോ ഫണ്ടിങ് അഡിക്ഷൻ വർക്കിന്. വെരി വെരി ലിമിറ്റഡ് ഫണ്ടിങ്. ഇപ്പൊ ഞങ്ങൾക്ക് ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ ഫണ്ടിങ് ആയിട്ട്. അപ്പൊ അതും ഒരു ചാലഞ്ച്. അതുകൊണ്ടും പലരും ഈ ഒരു മിനിസ്ട്രി ഏറ്റെടുക്കത്തില്ല. പിന്നെ 24/7 ഞങ്ങൾ ഓൺ ദ വർക്ക്. പല രാത്രിയാണ് കൂടുതലും വിഡ്രോവൽസ് അഗ്രവേറ്റ് ആവുന്നത്. അപ്പോ വി ഹാവ് ടു ബി ദർ, കൂടെ ഉണ്ടാവണം, കൈവച്ച് പ്രാർത്ഥിച്ച് ടു റിയലി ലവ് ദം ത്രൂ ആ ഒരു സിറ്റുവേഷൻ. അപ്പോ അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ മിനിസ്ട്രി. ഇപ്പം വി ഹവ് ഗ്രോൺ. ഞങ്ങൾക്ക് ഇപ്പോഴത്തെ സെന്റർ ഇവിടെ ബാംഗ്ലൂരിലും, പിന്നെ ഞങ്ങൾക്ക് സിംബാബ്വേയിൽ ഒരു വർക്ക് ഉണ്ട്. അവിടെ ഒരു 2 ഇയേഴ്സ് ബാക്ക് ഞാൻ അവിടെ പോയി ഒരു വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് അവിടുത്തെ ചർച്ചിനെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് അത് അവർ റൺ ചെയ്യുന്നുണ്ട്. പാസ്റ്ററെ, ഇത് ഒത്തിരി ചലഞ്ചസ് ഉള്ള ഒരു വർക്കാന്ന് എനിക്കറിയാം. കാരണം എനിക്ക് പേഴ്സണലി പരിചയമുള്ള ചില ദേവദാസന്മാരുണ്ട്, ദിവസം റണ്ണിങ് എ റീഹാബ് സെൻറ്റർ ആൻഡ് ഓൾ. അപ്പോൾ അവരുടെയൊക്കെ ലൈഫിൽ അവർക്ക് പൊട്ടൻഷ്യലി ഒത്തിരി, പ്രത്യേകിച്ച് ഇങ്ങനെ ഉള്ള മേഖലയിൽ നിന്ന് വരുന്നവരെ അവർക്ക് തന്നെ പരിക്കേൽപ്പിക്കുവാൻ, അല്ലെങ്കിൽ സ്വയമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ പരിക്കേൽപ്പിക്കാനുള്ള ടെൻഡൻസി ഉള്ള ആളുകളാണ്. അപ്പം അങ്ങനെയുള്ള എക്സ്പീരിയൻസ് സാറിൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഇതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ചലഞ്ചാണല്ലോ. റെഗുലർലി അത് ഐ മീൻ ഇന്നലെ ഉണ്ടായിരുന്നു. ചിലതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള? ഇഫ് ഇറ്റ് ഈസ് ഓക്കെ, ലൈക്ക് നമ്മള് എത്ര സ്നേഹിച്ചാലും അവർക്കതൊരു ബേർഡനായിട്ടേ കാണത്തുള്ളൂ. കാരണം അവരുടെ ഫ്രീഡം നമ്മൾ എടുത്തു കളയുക എന്നുള്ള ഒരു ഫീലിംഗ് ആണ് അവർക്ക്. ഞങ്ങള് ഇവിടെ ആൽക്കഹോളിക്സും ഡ്രഗ് ആഡിക്സും പിന്നെ ടൊബാക്കോ ആഡിക്സും ഇത് കൂടാതെ ഞങ്ങൾ സെക്സ് ആഡിക്സിന്റെ ഇടയ്ക്കും വർക്കുണ്ട്. വി ആർ ദി ഓൺലി റീഹാബ് സെന്റർ ഫോർ സെക്സ് ആഡിക്സ് ഇൻ ഇന്ത്യ. അപ്പം ബാംഗ്ലൂരിൽ അതൊരു വലിയ പ്രോബ്ലമാണ്. മൾട്ടിപ്പിൾ സെക്സ്വൽ പാർട്ട്നേഴ്സും പോണോഗ്രാഫിയും ഒക്കെ ആയിട്ടുള്ള ഒരു ഇത്. ഇപ്പൊ ഇങ്ങനെ വരുന്നവർക്ക് അവർക്ക് വയലൻസ് എന്ന് പറയുന്നത് അവരുടെ വയലൻസ് എന്ന് പറയുമ്പോൾ എന്തുവാ മലയാളത്തില്, വെരി റഫായിട്ടും ഹേർട്ട് ചെയ്യുന്ന ഒരു ബിഹേവിയർ. അതൊരു കോമൺ ബിഹേവിയർ എല്ലാവർക്കും. അവർക്ക് ആ ഡെസ്പറേഷൻ അവിടെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിഡ്രോവൽസിന്റെ കാര്യം. ഈ വിഡ്രോവൽസ് എന്ന് പറയുന്നത് ആക്ച്വലി 3 മാസമാണ്. 3 മാസം യുവർ ബോഡി ഇങ്ങനെ ശരീരം അതിന്റെ ആ റിയാക്ഷൻ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പല രീതിയിലും അവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. എങ്ങനെയും അവർക്ക് പോയി എടുക്കണം, ഒന്നുകൂടെ ചെയ്യണമെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. ആ സമയത്ത് അവര് ഭയങ്കര വയലന്റ് ആയിരിക്കും. ആ സമയത്ത് അവർക്ക് ആരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് കാണത്തില്ല. അവര് എനിമി ആയിട്ടേ കാണത്തുള്ളൂ, ശത്രുവായിട്ടേ കാണത്തുള്ളൂ.
അപ്പൊ അങ്ങനെ പല സമയത്ത് എന്നോട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നെ അടിച്ചിട്ടുണ്ട് പലര്. ശരിക്കും നമ്മൾ നോക്കി സ്നേഹിച്ചിട്ടുള്ള ആൾക്കാർ എൻ്റെ പേരെ കേസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. യാ, ഇത് നമ്മൾ വളരെ വലിയൊരു റിസ്ക് എടുക്കുകയാണ് അല്ലേ? വളരെ. അതെ, ആക്ച്വലി പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പിള്ളേരെ കുറിച്ച് നിങ്ങൾക്കൊക്കെ ഒരു വറിയില്ലേ എന്ന്. ഈ പിള്ളേര് എൻ്റെ പിള്ളേരല്ല, ദൈവത്തിന്റെ പിള്ളേരാ. ഹി വിൽ ടേക്ക് കെയർ ഓഫ് ദം. അപ്പൊ അതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. പക്ഷെ ത്രെറ്റ് ഉണ്ടായിട്ടുണ്ട്. പലരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ പിള്ളേരെ ഇത് ചെയ്യും അത് ചെയ്യും എന്നൊക്കെ. പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. അത് ഉണ്ടാവും. പക്ഷെ ഇതിന്റെയൊക്കെ എൻഡ് എന്ന് പറയുന്നത് നമ്മുടെ യേശു നമ്മുടെ കൂടെ ഉള്ള ആ ഒരു ബലമാണ് നമുക്ക് മുമ്പോട്ട് പോകാനുള്ളത്. പിന്നെ ഇതിനൊരു മോട്ടിവേഷൻ ഉണ്ട് ഞങ്ങൾക്ക്. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പലരുടെയും ജീവിതം മാറിയ കഥ. അപ്പൊ ചിലരുടെ ജീവിതം മാറുമ്പോൾ നമുക്ക് അവരുടെ ആ ഒരു മാറ്റം കാണുന്നുള്ള ആ ഒരു സന്തോഷവും ആ ഒരു എൻകറേജ്മെന്റ്, അത് മതി നമുക്ക് മുമ്പോട്ട് പോകാൻ. ഇപ്പം ചിലര് വരുന്നവർക്ക് അവർക്ക് ഒന്നുമില്ല, മീൻസ് ഫാമിലി ഇല്ല, ഫൈനാൻസസ് ഇല്ല, ജോലിയില്ല, തിരിച്ചു പോകാൻ ഒരു വീടില്ല, ഒന്നുമില്ലാത്തൊരു ഇടാൻ തുണി പോലും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും ചിലര് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ അവർക്ക് തുണി മുതൽ നമ്മൾ കൊടുക്കണം, എല്ലാം ചെയ്ത് അങ്ങനെ ചെയ്ത് അവരവസാനം മാറി. യുനോ പിന്നെ ഞങ്ങളുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്ന എല്ലാവരും തിരിച്ചു പോകുമ്പം മിനിസ്ട്രിയിലായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടാണ് ഞങ്ങൾ അവരെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരാൾ മാറി മിനിസ്ട്രിയിലോട്ട് വരുമ്പം അത് ഞങ്ങൾക്ക് തരുന്ന ഒരു സന്തോഷം വേറൊന്നും തരാൻ പറ്റത്തില്ല. അവരുടെ ആ മുഖത്തെ പുഞ്ചിരി, അതാണ് നമ്മുടെ ശരിക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത്. നമ്മുടെ റിവാർഡ് അതാണ്. അതെ, പിന്നെ അവരിതുപോലെ ഇരുന്ന് മറ്റുള്ളവരെ സഹായിക്കുക. ഇപ്പൊ ഈ അഡിക്ഷൻ വർക്ക് എന്ന് പറയുന്നത് വലിയ ജോലിയാ. ഐ മീൻ നമ്മുടെ കയ്യിലൊന്നും നിൽക്കത്തില്ല. നമ്മൾ ഈ ചെയ്യുന്നത് ഒരു ഡ്രോപ്പ് ഇൻ ദി ഓഷൻ, തീരെ ചെറുതാ. ഇതിന്റെ ഹ്യൂജ് മാഗ്നിറ്റ്യൂഡ്, അവൻ എന്തുമാത്രം ഒരു വലിയ ഒരു മിനിസ്ട്രി ആണെന്നുള്ളത് നമുക്കതിനകത്ത് അറിയാം, കാരണം നമ്മൾ വരുമ്പോൾ. പക്ഷെ നമ്മൾ ചെയ്യുന്ന അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ്. അതില് ഇങ്ങനെ ഈ ഇത്രയും ചാലഞ്ചസ് എല്ലാം കൂടെ മാറി വ്യത്യാസമായിട്ട് വന്ന് ദൈവത്തെ സേവിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ബിഗ് തിങ്. ഞങ്ങൾക്ക് അതൊരു ഭയങ്കര സന്തോഷം. സാറേ, എനിക്കറിയാം, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞങ്ങൾ സൂറത്തിലൊരു വർക്ക് ചെയ്യുമ്പോൾ അവിടെ കുറേ ഈ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ പ്രെയറിനൊക്കെ വന്ന് അതിൽ നിന്നൊക്കെ മാറി. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ശത്രുവായി മാറിയത് ഇവർക്ക് ഈ സാധനം സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അയാൾ ഒരു പ്രത്യേക ഒരു മതത്തിൻ്റെ ആളൊക്കെ ആയിരുന്നു. ആ മതം അയാൾക്കൊരു മുഹമ്മൂടിയായിരുന്നു. പക്ഷേ അയാൾ ഈ സാധനം സപ്ലൈ, അയാളാണ് ഞങ്ങളെ അവിടുന്ന് ഓടിക്കാൻ ആദ്യം മുന്നിട്ടിറങ്ങിയത്. അപ്പം അതും ഒരു വലിയ ചലഞ്ചല്ലേ, കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഭയങ്കര ബലമുള്ള കൈകളുണ്ട്. അതെ, പക്ഷെ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നെ ഇപ്പോഴും പലരും പേടിക്കുന്നവരുണ്ട് ഇവിടെ. കാരണം ഞാൻ അങ്ങനത്തെ ഒരു ഗ്യാങ് ഫൈറ്റർ ആയിരുന്നു. അപ്പൊ അതൊക്കെ വെച്ച് പിന്നെ ഞങ്ങള് പോലീസുമായിട്ട് ചേർന്നാ ജോലി ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഇവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകത്തില്ല, കാരണം നമുക്കറിയാം ഇവരുമായിട്ടൊന്നും നമ്മുടെ ഒന്നും നടക്കത്തില്ല, കാരണം അവരുടെ സിൻഡിക്കേറ്റ് ഭയങ്കര വലുതാ. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷെ എനിക്കറിയാം, കാരണം ഞാനും ഒരു സമയത്ത് ഒരു ഡ്രഗ് പുഷർ ആയിരുന്നു. ഞാൻ ഡ്രഗിങ്സിനെ ഇങ്ങനെ സെല് ചെയ്യാൻ പോവായിരുന്നു. പ്രോഫിറ്റ് ഭയങ്കരമാണ്. അത് ഞാൻ ഡീറ്റെയിൽസ് പറയുന്നില്ല ഫോർ ഓബിയസ് റീസൺസ്. പക്ഷെ അങ്ങനത്തെ ഒരു ഞാൻ ചെയ്തിട്ടുണ്ട് അത്. അതുകൊണ്ട് എനിക്കറിയാം അതിന്റെ ചാലഞ്ചസ് എന്തുവാന്ന്. പക്ഷെ മോസ്റ്റ്ലി ഇങ്ങനെ ഒരു ആള് മാറി വരുമ്പം അവർ യൂഷ്വലി കൊന്നുകളയും. അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്ന തന്നെ ഒരു വലിയ അത്ഭുതമാണ്. അങ്ങനെ വല്ല അറ്റംപ്റ്റ് ഉണ്ടായിട്ടുണ്ടോ സാറേ? ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, കോൺഫിഡൻസ്. ഇനി നമുക്ക് സാറിൻ്റെ വർക്കിലേക്ക് കൂടുതൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വീക്ക് എനിക്ക് ആഗ്രഹം നമ്മുടെ ചാനലിലൂടെ, സോ മൺഡേ മുതൽ എൻ്റെയർ വീക്ക് വി വാണ്ട് ടു ഫോക്കസ് ഓൺ ദിസ് പർട്ടിക്കുലർ ഏരിയ, ബിക്കോസ് അതൊരു വലിയ നീഡാണെന്ന് തോന്നുന്നു. എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹം, ലഹരി മുക്ത കേരളം എന്ന ഒരു ആശയം
ഈ ഒരാഴ്ച കൊണ്ട് നമ്മുടെ ചാനലിൽ കൂടെ പ്രചരിപ്പിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് സാറിൻ്റെ ഈ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ. അതുകൊണ്ട് സാറിൻ്റെ അനുഭവങ്ങൾ ഇനിയും പറയാനുണ്ടെന്നറിയാം, നമുക്ക് ലാസ്റ്റിൽ അതിലേക്ക് വരാം. പക്ഷേ എനിക്ക് ആഗ്രഹം സാറിൻ്റെ വർക്കിനെ കുറിച്ച് കുറച്ചുകൂടെ കേൾക്കണം എന്നുള്ളത്. ഒന്നാമത് ഈ ആളുകൾ എങ്ങനെയാണ് നമ്മുടെ അടുക്കൽ വരുന്നത്? ഇവർ സ്വയമായിട്ട് വരുമോ അതോ എങ്ങനെയാണ്? ഹൗ യു റീച്ച് ഔട്ട് പീപ്പിൾ ഓർ ഹൗ പീപ്പിൾ കമ്മിങ് ടു യു? അപ്പൊ ഞങ്ങൾക്ക് പലയിടത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്, ഓൾ ഓവർ ഇന്ത്യ ആൻഡ് അബ്രോഡ് ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ആദ്യത്തെ വർഷം ചേർച്ചിൽ നിന്ന് മാത്രമായിരുന്നു ആൾക്കാർ വന്നത്. ചേർച്ചിൽ തന്നെ ഹ്യൂജ് നീഡാ. ഇപ്പോഴും ഞങ്ങൾക്ക് അവിടെ വരുന്നതിന്റെ പകുതി ആൾക്കാർ ചേർച്ചിൽ നിന്നാണ്. പക്ഷെ ഞങ്ങളുടെ ആദ്യത്തെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് ഒരു ഫ്രണ്ട് പേജ് ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു ന്യൂസ് പേപ്പറിൽ. അത് ഞങ്ങളുടെ ആ പേസ് മാറ്റി ഞങ്ങളുടെ വർക്ക് തന്നെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയി. ഇപ്പം വി ആർ നോൺ. ഞങ്ങളാണ് ഇപ്പം ഇന്ത്യയിൽ വെരി വെരി ഇല്ല ഫുൾ ഫ്രീ ആയിട്ടുള്ള ഒരു സെന്റർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉള്ളൂ. ഒരു ചാർജും ഇല്ല. ഞങ്ങൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാ റീഹാബിലിറ്റേഷൻ നടത്തുന്നത്. അങ്ങനെ ഒരു സെന്റർ ഇല്ലേ വേറില്ല. പിന്നെ ഞങ്ങളുടെ ഹോൾ പ്രോഗ്രാം തന്നെ വേറൊരു രീതിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹോങ്കോങ്ങിലായിരുന്നു. അവിടുന്ന് ഞാൻ അഡോപ്റ്റ് ചെയ്ത ഒരു പ്രോഗ്രാമും പിന്നെ സ്പെയിനിലെ ബെറ്റൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, അവരുടെ പ്രോഗ്രാം കൂടെ ചേർത്ത് നമ്മുടെ ഇന്ത്യ വന്ന് അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത്. അതിന് പിന്നെ ഈ ഞങ്ങള് ചാർജ് ചെയ്തില്ല, ഒരു ചാർജും ഇല്ല. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, വരുന്ന ആള് വില്ലിങ് ആയിരിക്കണം 6 മാസം ഞങ്ങളുടെ കൂടെ നിൽക്കാൻ. വേറെ ഒന്നിനും ഇടയ്ക്ക് വെച്ച് പോകാൻ പറ്റത്തില്ല. അതാണ് കമ്മിറ്റ്മെന്റ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ ഹോം ഫുള്ളാ, വെയിറ്റിംഗ് ലിസ്റ്റിൽ ഞങ്ങൾക്ക് ആൾക്കാരുണ്ട്. സോ ഇതാണ് ഞങ്ങളുടെ രീതി. ഞങ്ങള് ആരെയും അബ്യൂസ് ചെയ്യാറില്ല, വഴക്ക് പറയാറില്ല, ബാഡ് ലാംഗ്വേജ് ഇല്ല, ഹേർട്ട് ചെയ്യാറില്ല. ഒരു രീതിയിലും ഇതെല്ലാം ഞങ്ങൾക്ക് കിട്ടും, പക്ഷെ ഞങ്ങൾ ആർക്കും അങ്ങോട്ട് ചെയ്യാറില്ല. പിന്നെ ബൈബിൾ സ്റ്റഡിയും പ്രാർത്ഥനയുമാണ് ഞങ്ങളുടെ മെയിൻ പ്രോഗ്രാം. പിന്നെ ഞങ്ങൾക്കൊരു വർക്ക് തെറപ്പി പ്രോഗ്രാം എന്ന് പറയും. ഞങ്ങള് 9 to 5 ഹോമിനുള്ളിൽ തന്നെ ഒരു വർക്ക് പ്രോഗ്രാം നടത്തും. ഇതാണ് ഞങ്ങളുടെ ചെയ്യുന്ന രീതി. ഇതല്ലാതെ ഞങ്ങൾക്കൊരു സ്ട്രോങ് അവയർനെസ് പ്രോഗ്രാമിന്റെ ഒരു മിനിസ്ട്രി ഉണ്ട്. അതായത് ഞങ്ങൾ സ്കൂൾസിലും കോളേജിലും പലയിടത്തും പോയി ഞങ്ങൾ അവയർനെസ് പ്രോഗ്രാം ചെയ്യും. ഞങ്ങൾ ഇതുവരെ കേരളത്തിൽ എവിടെയും ചെയ്തിട്ടില്ല. ഹരിപ്പാടിൽ ഒരു പ്രോഗ്രാം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ബാംഗ്ലൂരിലെ ഓൾമോസ്റ്റ് എല്ലാ സ്കൂളിലും ഞങ്ങൾ റെഗുലർ ആയിട്ട് പോകും. ഞങ്ങൾക്ക് അതിനൊരു ടീമുണ്ട്. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ റീഹാബ് നടത്തുന്നെങ്കിലും റീഹാബിലേക്ക് ആരും വരാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ദാറ്റ്സ് വാട്ട് വി ആർ വർക്കിംഗ് ടു. സോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു എംഫസിസ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു മ്യൂസിക് മിനിസ്ട്രി ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ വരുന്ന ആൾക്കാരെല്ലാവരും കമ്പൽസറി ആയിട്ട് ഗിറ്റാർ വായിക്കണം, ഗിറ്റാർ പഠിക്കണം. അതൊരു ഡിസിപ്ലിനാണ്. പിന്നെ കുക്കിംഗ് പഠിക്കണം. അപ്പൊ പലരും അവിടെ വന്നിട്ട് തിരിച്ചു പോയി സക്സസ്ഫുൾ ആയിട്ട് കേറ്ററിംഗ് കമ്പനി നടത്തുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഫുട്ബോൾ കമ്പൽസറിയാണ്. അപ്പൊ അവിടെ വരുന്ന എല്ലാവരും ഫുട്ബോൾ കളിക്കണം. അത് ഞങ്ങൾ വെറുതെ കളിക്കുമല്ല, പ്രോപ്പർ ബൂട്ട്സും ഒക്കെ ഇട്ട് ടർഫിൽ പോയി ഫുൾ ഗിയറുമായിട്ട് ഞങ്ങൾ കളിക്കും. അങ്ങനെ ഞങ്ങൾക്കിപ്പോൾ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ടീമും ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ മിനിസ്ട്രി. ഇത് കൂടാതെ ഞങ്ങൾ ഇവിടെ ഒരു പകൽ വീടും നടത്തുന്നുണ്ട്. പകൽ വീട് എന്ന് പറഞ്ഞാൽ ഒരു എൽഡർലി പ്രായമുള്ളവർക്ക് ഒരു ഡേ കെയർ ആയിട്ട് നടത്തുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൈമറി വർക്ക് അഡിക്ഷനുമായിട്ടുള്ള മിനിസ്ട്രിയാണ് ഞങ്ങളുടെ പ്രൈമറി വർക്ക്. അത് ഞങ്ങൾ മിനിസ്ട്രി ആയിട്ടാണ് നടത്തുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട് സെക്യുലറാ, അതുകൊണ്ടാണ് അഭയം എന്നുള്ള ഒരു പേരുള്ളത്. പക്ഷെ ഞങ്ങളുടെ പ്രവർത്തനം ബൈബിൾ ബേസ്ഡാണ്. സാറേ, സാറ് പറഞ്ഞു ഈ പ്രായമുള്ളവർക്ക് വേണ്ടി ഒരു ഡേ കെയർ ഒരു സെൻറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഈ പിന്നെ റീഹാബിൽ വരുന്നവർക്ക് അങ്ങനെ ഏജ് ഗ്രൂപ്പ് വല്ലതും ഉണ്ടോ? കാരണം ഫുട്ബോൾ കളിക്കുന്നു, ഗിറ്റാർ പഠിക്കുന്നു, അപ്പോൾ എന്തെങ്കിലും ഒരു ഏജ് ഗ്രൂപ്പിൽ, ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ളവരാണോ കൂടുതൽ വരുന്നത്? അങ്ങനെയില്ല. ഞങ്ങൾക്ക് 18 വയസ്സിൽ നിന്ന് മേളിലുള്ളവരും, കാരണം 18 വയസ്സിന് താഴത്തുള്ളവർക്ക് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല, ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട്. 18 വയസ്സിൽ നിന്ന് മേളിലുള്ളവരും ഞങ്ങൾ 65 വയസ്സ് വരെ എടുക്കും. കാരണം 65 വയസ്സിൽ കൂടുതലുള്ളവർക്ക് ഹെൽത്ത് ചാലഞ്ചസ് ഉള്ളതുകൊണ്ട്. കാരണം ഞങ്ങളുടെ ഒരു ക്ലിനിക്കൽ സെറ്റപ്പ് അല്ല,
ഞങ്ങളുടെ ഒരു ഹോമാണ്. പിന്നെ ഫുട്ബോൾ ഏത് പ്രായമായാലും അവർ കളിക്കണമെന്നാണ് കമ്പൽസറി, അവരുടെ പ്രായം അനുസരിച്ച്. പിന്നെ ഗിറ്റാർ കമ്പൽസറി എല്ലാവർക്കും, ഏത് പ്രായമാണെങ്കിലും. ആ പ്രായമുള്ളവർ ഗിറ്റാർ പഠിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ശരി. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. സാറേ, ഈ അവയർനെസ് പ്രോഗ്രാം എന്ന് പറഞ്ഞു സാറിന്, അതെ. ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെറിയ എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ ഒക്കുമോ? ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ എങ്ങനെയാണ് ഒരു നമ്മൾ ഏത് കാര്യത്തിലൊരു ഫസ്റ്റ് എയ്ഡ് ഉണ്ടല്ലോ, ഒരു ആക്സിഡൻറ്റ് പറ്റിയാൽ, ഒരു മുറിവ് പറ്റിയാൽ, ഒരു പാമ്പ് കടിച്ചാൽ ഫസ്റ്റ് എയ്ഡ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് കൈൻഡ് ഓഫ് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ. എനിക്കറിയാം ഒരു ഫുൾ റെസ്ക്യൂവിൻ്റെ കിറ്റ് നമുക്ക് പെട്ടെന്ന് കൊടുക്കാനൊക്കത്തില്ല ഇങ്ങനെ ഒരു ചെറിയ ഇൻ്റർവ്യൂവിൽ. പക്ഷേ അങ്ങനെ ഒരാളെ പ്രശ്നത്തിൽ കൂടെ പോകുന്നു, നമ്മുടെ ചർച്ചിലാകാം, നമ്മുടെ ഫാമിലിയിലാകാം, ആദ്യ സ്റ്റെപ്പായിട്ട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഫാമിലിക്കാണെങ്കിലും ചർച്ചിനാണെങ്കിലും പാസ്റ്റേഴ്സിനാണെങ്കിലും, ബിക്കോസ് നമ്മുടെ റബ്ബിൽ ഒത്തിരി പേര് വരുന്നു, കോളുകൾ വരുന്നു ഇങ്ങനെ. അപ്പോൾ ഹൗ വി ക്യാൻ ഹെൽപ്പ് ദം? ഓക്കെ, ആദ്യമായിട്ട് ഒരു അഡിക്ഷനിലിരിക്കുന്ന ഒരാളെ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പോകരുത്. കാരണം അവര് ഞാൻ നേരത്തെ പറഞ്ഞില്ല, വയലന്റ് ആവും, അവര് ഹേർട്ട് ചെയ്യാം. കാരണം അവരവരുടെ സെൻസസിലല്ല, അവരെന്തോ ചെയ്തതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. എപ്പോഴും കൂടെ ഒരാളുണ്ടാവണം, അതൊന്ന്. രണ്ട്, കഴിയുന്നത്ര ഇതിനെക്കുറിച്ച് സംസാരിക്കാതെ ഒരു ഫ്രണ്ട് ആയിരിക്കാൻ നോക്കണം. നല്ലൊരു ഫ്രണ്ട് ആകുമ്പോൾ അവര് തന്നെ ഇങ്ങോട്ട് ചോദിക്കും, എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ, എന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അതാണ് നമ്മുടെ ഗോൾഡൻ മൊമെന്റ്. അങ്ങനെയുള്ള സമയം വരുമ്പോൾ നമ്മളെ ആരെങ്കിലും പ്രൊഫഷണൽസിനെ വിളിച്ചാൽ മതി, വി വിൽ ഇന്റർവ്യൂ. അല്ലാതെ ആദ്യമായിട്ട് ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നതെന്ന് വെച്ചതാ, ഞാൻ പറഞ്ഞ പോലെ കെയർഫുൾ ആയിരിക്കണം. പക്ഷെ അത് കൂടാതെ അവരോട് യുനോ ഈ എടുക്കുന്ന ഈ സബ്സ്റ്റൻസ് അവരുടെ കയ്യിലുണ്ടോ എന്നുള്ളത് കണ്ടുപിടിച്ച് അതൊന്ന് ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കണം. അത് ഡിസ്ട്രോയ് ചെയ്യുമ്പോഴും കെയർഫുൾ ആയിരിക്കണം. ഇപ്പോൾ പൗഡർ ആണെങ്കിൽ ബാത്റൂമിലിട്ട് ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്യണം. കാരണം വേറെ എവിടെ വെച്ചാലും അവരത് പിന്നെ അത് വന്ന് എടുക്കാൻ നോക്കും. പക്ഷെ ഇത് ചെയ്യുന്നത് അവരുടെ വില്ലിങ്നെസ്സോടെ ആയിരിക്കണം, അല്ലെങ്കിൽ അവര് റിയാക്ട് ചെയ്യും. പിന്നെ ഹെൽപ്പ് ചോദിച്ചു വരുന്ന ഒരാളാണെങ്കിൽ ഡിലേ ചെയ്യാതെ എത്രയും പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണലിന്റെ അടുത്ത് കൊണ്ടുപോകുക, അതാണ് ഏറ്റവും വലിയ ഹെൽപ്പ്. ഐദർ ഇപ്പൊ ബാംഗ്ലൂരിലാണെങ്കിൽ നിമാൻസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലുണ്ട്, അതായിരിക്കും ഫസ്റ്റ് പോയിന്റ്. കാരണം അവിടെ ചെല്ലുമ്പോൾ അവർ ഇമ്മീഡിയറ്റ്ലി ഡീടോക്സിഫിക്കേഷൻ ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ അത് ചെയ്യേണ്ടത് കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ഞങ്ങളുടെ അടുത്ത് വരണമെങ്കിൽ വരുന്ന ആള് വില്ലിങ് ആയിരിക്കണം, അതേ ഉള്ളൊരു കണ്ടീഷൻ. അപ്പോ ഈ ഇത്രയും കാര്യങ്ങളാണ് കെയർഫുൾ ആയിരിക്കേണ്ടത്. അഭയത്തിന്റെ വെബ്സൈറ്റിൽ നമ്പർ കാണുമായിരിക്കുമല്ലോ അല്ലേ സാറിനെ കോൺടാക്ട് ചെയ്യാൻ? ഞങ്ങളുടെ വെബ്സൈറ്റ് ഒരു കൺസ്ട്രക്ഷനിലാണ്, പക്ഷെ ബേസിക്സ് ഇൻഫർമേഷൻ ഉണ്ട്. ആർക്കെങ്കിലും അത്യാവശ്യം നമ്പർ വേണ്ടവർക്ക് നമ്മുടെ സ്ക്രീനിൽ പോകുന്ന നമ്മുടെ പ്രെയർ ലൈൻ നമ്പർ, അതൊരു വാട്സപ്പ് നമ്പറാണ്. അതിനകത്തൊരു മെസ്സേജ് ഇടാം, അഭയത്തിൻ്റെ നമ്പർ വേണമെന്ന് പറഞ്ഞ് ഞാൻ ആ നമ്പർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് ആരെങ്കിലും നമ്പർ വേണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുവാൻ കഴിയും. സാറേ, മറ്റ് എന്താണ് സാറിന് ഇങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയാൻ കഴിയുന്നത്? അതായത് ഞങ്ങളൊരു റിസർച്ച് ചെയ്തായിരുന്നു ഒരു 3 വർഷം മുമ്പേ. ഒരു ശരിക്കും ഉള്ളൊരു അഡിക്റ്റ് ആയിട്ടുള്ളൊരു ആള് ജെന്യൂനായിട്ട്, അതായത് സത്യസന്ധമായിട്ട് ഹെൽപ്പ് തേടി വരുമ്പോൾ അവർ വരുന്നത് ചേർച്ചിലേക്കാണ്. അതെനിക്ക് തന്നെ ഒരു ഷോക്കായിരുന്നു. ആ ഒരു റിസർച്ചിൽ അവര് ചേർച്ച് ചേർച്ച് എന്ന് പറയുമ്പോൾ ഒരു ചേർച്ച് ബിൽഡിംഗ് അല്ല, അപ്പൊ ചേർച്ചിൽ അവർക്കറിയാം ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ചേർച്ച് ഉണ്ടെന്ന്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ തേടി അവർ വരും. സാഡ്ലി നമ്മുടെ ചേർച്ച് അതിനെ എക്യൂപ്ഡ് അല്ല. നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ഒരാൾ വരുമ്പോൾ ശുശുശു നമുക്ക് പറ്റിയതല്ല, വിളി നമ്മളെ കൊണ്ട് പറ്റാത്തതുണ്ട്. പക്ഷെ അങ്ങനെ വരുന്ന ഒരാളെ തള്ളിവിടാതെ, ഇഫ് യു ക്യാൻ ഗെറ്റ് ദം ഇൻസൈഡ്, ഒരു കപ്പ് ചായയൊക്കെ കൊടുത്ത് ഇരുത്തി എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എന്നുള്ളൊരു ടോക്ക് തുടങ്ങിയ, ഐ തിങ്ക് അവർക്ക് അതൊരു വലിയ ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന ഒരാളിനടുത്ത് എന്റെ നമ്പർ കൊടുത്തോ, ധൈര്യത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. അവരെ കൊണ്ടുവരുന്നതും റെഡിയാക്കുന്നതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. പക്ഷെ ആ ഇനീഷ്യൽ നമ്മളത് അവോയ്ഡ് ചെയ്താൽ പിന്നെ അവർ ചിലപ്പം
ചർച്ചിലേക്ക് വന്നെന്ന് വരത്തില്ല. അങ്ങനെ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്ത് വരത്തില്ല. കാരണം അതൊരു മൂമെന്റാ. ആ മൂമെന്റ് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. അത് ഫ്രണ്ട്സും ഫാമിലിയുമാണ് മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ടത്. കൂടുതലും ഫ്രണ്ട്സ് ആണ്. നമ്മുടെ ഫ്രണ്ട്സായിട്ട് അഡിക്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴേലും ഒരു മൂവ്മെന്റ് ഉണ്ടാവും. അവർ പറയും എനിക്ക് ഒരു മാറിയാ കൊള്ളായിരുന്നു, എനിക്ക് ഈ ജീവിതം മടുത്തു, അങ്ങനെ ഒരു പറയുന്ന ആ ഒരു സമയം അതൊരു ക്രൂഷ്യൽ സമയമാണ്. സാറേ ഒരു കാര്യം കൂടെ, ഏതൊക്കെ തരത്തിലുള്ള അഡിക്ഷൻ, ഇപ്പോൾ ചിലർ ആൽക്കഹോളിക് ആയിരിക്കും, ചിലർ എന്തെങ്കിലും സബ്സ്റ്റൻസ് അഡിക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്കറിയാമല്ലോ ബിഹേവിയറൽ അഡിക്ഷൻസ് ഉണ്ട്, ഈ പോണോഗ്രാഫിക് പോലെയുള്ള സ്വഭാവങ്ങളിലെ അഡിക്ഷൻസ് ഉണ്ട്. അപ്പം ഏതൊക്കെ മേഖലയിലേക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്? ഞങ്ങൾ മെയിനായിട്ട് ഓൾ സബ്സ്റ്റൻസ്, എല്ലാ സബ്സ്റ്റൻസ് അഡിക്ഷൻ, ആൽക്കഹോളിസം, ടൊബാക്കോ അഡിക്ഷൻ. അപ്പോൾ ടൊബാക്കോ അഡിക്ഷൻ ഒത്തിരി റീഹാബ് സെന്റർ ചെയ്യത്തില്ല. ഇൻഫാക്ട് പല റീഹാബ് സെന്ററിലും അവർ തന്നെ ബീഡിയും സിഗരറ്റും കൊടുക്കും. കാരണം അവരതൊരു അഡിക്ഷനായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ടൊബാക്കോ അഡിക്ഷൻ ഉണ്ട്. പിന്നെ സെക്സ് അഡിക്ഷനിൽ എല്ലാം എനിത്തിങ് കണക്റ്റഡ് വിത്ത് സെക്സ്, മോണോഗ്രാഫി ആവട്ടെ, മൾട്ടിപ്പിൾ സെക്ഷുവൽ പാർട്ട്നേഴ്സ്, അല്ലെങ്കിൽ ഈവൻ യുനോ സെയിം സെക്സ് പ്രാക്ടീസസ്, എല്ലാം ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. അതാണ് ഇതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഫ്യൂച്ചർ. ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, വി വാണ്ട് ടു ഡു സംതിങ് വിത്ത് ഗാഡ്ജറ്റ് അഡിക്ഷൻ. ഇപ്പോഴത്തെ പല സ്കൂൾ പിള്ളേർക്കും അതൊരു അഡിക്ഷനാണ്, ഗാഡ്ജറ്റ്സ് അഡിക്റ്റഡ് ആയിരിക്കുന്നത്. പിന്നെ ലിസ്റ്റഡ് മോർ ദൻ 100 അഡിക്ഷൻസ് ഉണ്ട്, ബിഹേവിയറലായിട്ടും സബ്സ്റ്റൻസ് ആയിട്ടും ഒക്കെ. പക്ഷെ ഇതാണ് ഞങ്ങളുടെ മെയിൻ പ്രവർത്തനം ഇന്ത്യയിലെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച്. ഈ ഗാഡ്ജറ്റ്സിന് അഡിക്റ്റഡ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിക്കാൻ തോന്നുകയാണ്. അങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടോയെന്ന് എങ്ങനെ അറിയുന്നത്? കാരണം നമ്മുടെ കയ്യിലൊക്കെ മൊബൈലുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പോൾ അത് അഡിക്റ്റഡ് ആയോ എന്ന് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? കാരണം ലോട്ട് ഓഫ് പീപ്പിൾ ദേ ഹാവ് ദാറ്റ് ഫീലിംഗ് ദാറ്റ് ദെയർ ചിൽഡ്രൻ ആർ അഡിക്റ്റഡ് ടു ദെയർ മൊബൈൽ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. സോ നോട്ട് നെസസറി. ഇപ്പൊ പിള്ളേര് മൊബൈൽ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് അഡിക്ഷൻ എന്നല്ല അർത്ഥം. ഇപ്പൊ ഒരു യങ് പേഴ്സൺ മൊബൈൽ യൂസ് ചെയ്യുന്നത് ഒരു 7-8 hours യൂസ് ചെയ്തിട്ട് ആ 8 hours കഴിയുമ്പോൾ ഒന്നും പ്രൊഡക്റ്റീവായിട്ട് നടന്നിട്ടില്ലെങ്കിൽ then it's an addiction. ഞാനൊന്നുകൂടെ പറയാം. ഇപ്പൊ ഒരാളൊരു മൊബൈൽ യൂസ് ചെയ്യുക, ആ മൊബൈലിൽ ഒരു മോർ ദൻ 8 hours, 8 മണിക്കൂറിൽ കൂടുതൽ യൂസ് ചെയ്തിട്ട് ആ 8 മണിക്കൂറും കൊണ്ട് ഒന്നും വർത്ത് വൈൽ, അതായത് സംതിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ വാട്ട് ഇസ് പ്രൊഡക്റ്റീവ്, how would you say productive, ഒരു പ്രയോജനമുള്ളൊന്നും ചെയ്തില്ല ഇല്ലെങ്കിൽ അഡിക്ഷൻ ആണെന്നുള്ളതാണ് ഞങ്ങളുടെ കൺക്ലൂഷൻ. ഒന്ന്. രണ്ട്, ഇപ്പം മൊബൈൽ കയ്യിലില്ലെങ്കിലും മൊബൈൽ ഇങ്ങനെ റിങ് ആവുന്നുള്ള ഒരു ഫീലിംഗ്, അതാണ് രണ്ടാമത്തെ സൈൻ. പിന്നെ മൂന്നാമത്തെ സൈൻ എന്ന് വെച്ചാൽ ഒരു 15 minutes കൂടുതൽ മൊബൈൽ ഇല്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് ഇല്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല. മൊബൈൽ തന്നെ ആയിരിക്കണമെന്നില്ല, ലാപ്ടോപ്പ് ആവാം, TV ആവാം, എന്തെങ്കിലും ഒരു സ്ക്രീൻ. ആ സ്ക്രീൻ ഇല്ലാതെ 15 minute കൂടുതൽ ഇരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവര് ഒരു ഗാഡ്ജറ്റ് അഡിക്റ്റ് ആണെന്നുള്ളതിന്റെ കൺഫർമേഷനാണ്. ഇതൊരു വലിയ പ്രശ്നമായി, കാലഘട്ടത്തിലൊരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നു, അവരുടെ ഐഡിയോളജിയെ, അവരുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നു. ഗുണം ചെയ്യുന്നൊരു കാര്യമല്ല. സാറ് താമസിക്കുന്ന ബാംഗ്ലൂർ സിറ്റി ഒത്തിരി യൂത്ത് വൈബുള്ള ഒരു സിറ്റിയാണ്. ഞാൻ ചില മാസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലുണ്ടായിരുന്നു. ചർച്ച് സ്ട്രീറ്റിലൊക്കെ ഒക്കെ ഞാൻ നടക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര യൂത്ത് പ്രസൻസ്. ഞാൻ ബോംബെയിൽ നിന്നാണ് സാറേ. അപ്പം ഞാൻ അതിനു മുമ്പ് ചിന്തിച്ചുകൊണ്ടിരുന്നത് ബോംബെ എന്ന് പറയുന്ന പട്ടണമാണ് ഭയങ്കര കളർഫുൾ, ഈ ബോളിവുഡിൻ്റെയൊക്കെ ഒരു ക്യാപിറ്റൽ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഞാൻ ബാംഗ്ലൂരിലെ ചർച്ച് സ്ട്രീറ്റിലൂടെ നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ യൂത്ത് വൈബിൻ്റെ കാര്യത്തിൽ ബോംബെയൊക്കെ തോൽപ്പിച്ചിരിക്കുകയാണ് ബാംഗ്ലൂർ. അപ്പം അവിടുത്തെ ഒരു പ്രശ്നം അല്ലേ, അവിടെയും ഈ ഒരു വിഷയത്തിൽ അതിൻ്റെ ഒരു വോളിയം എന്താണെന്ന് സാറിന് ഊഹിക്കാൻ പറ്റുന്നുണ്ട്? കേരളത്തിൽ നിന്നൊരു വലിയ പ്രശ്നമാണ് ബാംഗ്ലൂർ, വലിയ പ്രശ്നം. ഇപ്പൊ കേരളം ബാംഗ്ലൂരുമായിട്ട് മാച്ച് ആയിരിക്കും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ഇപ്പൊ നമ്മൾ കേരളത്തിൽ കാണുന്നതാണ് ബാംഗ്ലൂർ ഒരു 10 വർഷം മുമ്പേ. പിന്നെ ബാംഗ്ലൂരിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ഒരു എക്സ്പെൻസീവ് സിറ്റിയാണ്. ഇപ്പം
മറ്റ് ഇന്ത്യയിലെ ഏതൊരു സിറ്റിയെക്കാളും കൂടുതൽ എക്സ്പെൻസീവ് ആണ് ബാംഗ്ലൂർ സിറ്റി. അപ്പൊ അതനുസരിച്ചുള്ള ഒരു ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ അഡിക്ഷൻ വെച്ച് ബാംഗ്ലൂരിൽ ഭയങ്കര പ്രോബ്ലമാണ്. പിന്നെ ബാംഗ്ലൂരിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ആയിട്ട് ഒത്തിരി പേരുണ്ട്. നഴ്സിംഗ് ആയാലും ഡിഗ്രി ആയാലും മാസ്റ്റേഴ്സ് ആയാലും ഒത്തിരി മലയാളി സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് സഡൻ ആയിട്ട് ഒരു ഫ്രീഡമാണ് അവർ ബാംഗ്ലൂർ വരുമ്പോൾ. ഈ ഫ്രീഡം അവര് യൂസ് ചെയ്യുന്നത് തെറ്റായ രീതിയിലാണ്. സഡൻ ആയിട്ട് അവർ പോയി ലാൻഡ് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ഒരു കമ്പനിയിലും, ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റായിട്ടും. ഞങ്ങൾക്ക് പലരെ അറിയാം. ഞങ്ങൾക്ക് ഈ മിനിസ്ട്രിയിലായതുകൊണ്ട് പലരും ഞങ്ങളെ കാണാൻ വരും. അവർ വരുന്നത് എല്ലാം കഴിഞ്ഞ് ഒരു ബ്രോക്കൺ അവസ്ഥയിലാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. അപ്പോ എനിക്ക് പറയാൻ ഇഷ്ടമുള്ളത്, നിങ്ങളുടെ യങ് പീപ്പിൾ നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് വിടുമ്പോൾ എപ്പോഴും ഒരു കൺട്രോൾ ഉണ്ടാവണം. അവരെവിടെ താമസിക്കുന്നത്, അവരെന്തുവാ ചെയ്യുന്നത്, ആരുടെ കൂടെ താമസിക്കുന്നത്. ഇവിടെ ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഒത്തിരി കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കൂടുതലും കോളേജ് പിള്ളേരാ. ഇവിടുത്തെ ലാൻഡ് ലോഡ്സിന് അതൊരു കുഴപ്പമില്ല, അവർക്ക് കൂടുതൽ റെന്റ് കിട്ടിയാൽ മതി. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇത് കെയർഫുൾ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഭയങ്കര ഡേഞ്ചർ. ഭയങ്കര ഡേഞ്ചറസ് ആണ്. സാർ ആ ഒരു ലിവിങ് റിലേഷൻ്റെ കാര്യം പറഞ്ഞു, ഡ്രഗിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് പറഞ്ഞു, ഈ സെക്സ് അഡിക്ഷനെ കുറിച്ച് സാർ പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ ഇതുപോലെ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളിനെ ഒന്ന് സഹായിക്കാൻ കുറേ വർഷങ്ങളായിട്ട് ശ്രമിക്കുകയായിരുന്നു. ചില സമയത്ത് നമുക്ക് തോന്നും നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ സക്സസ്ഫുൾ ആയെന്ന് തോന്നും. പക്ഷെ പെട്ടെന്ന് ഒരു 2 വർഷം കഴിയുമ്പോഴായിരിക്കും ഈ വ്യക്തി റിവേഴ്സ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് ഡ്രഗ്സ് അല്ലായിരുന്നു റിയൽ ഇഷ്യൂ. ഈ പറഞ്ഞ ഡ്രഗ്സ് എടുക്കുന്ന ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഒരു ഹോമോ റിലേഷൻ ഉണ്ടായിരുന്നു. അതാണ് ഈ പുള്ളിയെ വലിച്ചുകൊണ്ട് പോകുന്നതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലാക്കാൻ ഇടയെത്തുന്നത്. അവന് ഡ്രഗ്സിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ മറ്റേതിനെ എന്ത് ചെയ്യുന്നില്ല. ഹോമോ ബന്ധത്തെ അവന് ഓവർകം ചെയ്യാൻ, ഡീറ്റെയിൽസ് എനിക്ക് ഒത്തിരി പറയാൻ പറ്റത്തില്ല, കാരണം പേഴ്സൺസ് പ്രൈവസി ഈസ് ഇൻവോൾവ്. സോ സാറേ, എന്നാലും ഞാൻ ചോദിക്കുക, അങ്ങനെ പ്രൈസ് റിപ്പോർട്ട്സായിട്ട് നമ്മുടെ കൈകളിലൂടെ വിടുവിക്കപ്പെട്ടവർ ഇന്ന് നിൽക്കുന്ന നല്ല അനുഭവങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേര് വെളിപ്പെടുത്താതൊക്കെ പറയാം കേട്ടോ. ഇനിയും പേര് വെളിപ്പെടുത്താൻ പെർമിഷൻ ഉള്ള കേസുകളിൽ അങ്ങനെ പറയാം, കാരണം അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ആളുകൾ മടങ്ങി വന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. പേര് വെളിപ്പെടുത്താൻ പറ്റത്തില്ല, കാരണം ഞാൻ അവർക്ക് കോൺഫിഡൻഷ്യാലിറ്റി പ്രോമിസ് ചെയ്തിട്ടുണ്ട്. സോ അവരുടെ പെർമിഷൻ ഇല്ലാതെ പറ്റത്തില്ല. പക്ഷെ എനിക്ക് പറയാൻ ഒത്തിരി കഥകളുണ്ട്. ഒരു കഥ ഞാൻ പറയാം. ഞങ്ങളുടെ അടുത്തൊരു ഒരാളെ ഇങ്ങനെ പൊക്കിയെടുത്തോണ്ട് വന്നു. അപ്പോൾ പൊക്കിയെടുത്തോണ്ട് വന്നതിന്റെ കാരണം, പുള്ളിക്ക് ഇടുപ്പിന് താഴെ ഒരു ബലമില്ല, നടക്കാൻ പറ്റത്തില്ല. അതിങ്ങനെ കുടിച്ചു പുള്ളിക്ക് ഒരു 45 വയസ്സുണ്ട്. കുടിച്ച് ബലമില്ലാതായതാ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നു. ഞങ്ങള് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. പുള്ളിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നും, പക്ഷെ എഴുന്നേൽക്കുമ്പോഴത്തേനും ബെഡിൽ തന്നെ എല്ലാം ചെയ്യും. അത് ഞങ്ങൾ ക്ലീൻ ചെയ്യുക. അങ്ങനെ പുള്ളി അത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? എൻ്റെ ഭാര്യയും മോളും എന്നെ വിട്ടിട്ട് പോയി, ഇതൊന്നും അവർക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്തിനായി ചെയ്യുന്നത്? അപ്പൊ ഞങ്ങളുടെ സ്റ്റാഫ് പറഞ്ഞു, ജീസസ് ലവ്സ് മീ, സോ ഐ ലവ് യു. യേശുയുടെ സ്നേഹമാണ് ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം പുള്ളി പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ യേശുവിന്റെ സ്നേഹം എനിക്കൊന്ന് അറിയണം എന്ന് പറഞ്ഞു. ആ പറഞ്ഞ ഒരാഴ്ചക്കകം പുള്ളി ശരിക്കും നടക്കാൻ തുടങ്ങി. പുള്ളി പിന്നെ ഞങ്ങളുടെ കൂടെ 6 മാസം കഴിഞ്ഞു. പിന്നെ ഒരു 2 മാസം കൂടെ നിന്നു. പുള്ളി തിരിച്ചുപോയി. പുള്ളി തന്നെ ഒരു ചേർച്ച് തുടങ്ങി. പുള്ളി ഭയങ്കര ഒരു ലീഡറായിട്ട് മാറി. പുള്ളി ഒരു 3 വർഷം മുമ്പേ ഒരു ഹാർട്ട് അറ്റാക്ക് മരിച്ചുപോയി. പക്ഷെ അവരുടെ വീട്ടില് എല്ലാവരും കാത്തലിക്സ് ആയിരുന്നു. അവരെല്ലാം ബോൺ അഗെയിൻ ആയിട്ട് വന്നു എന്നുള്ളൊരു സന്തോഷമായിട്ടുള്ളൊരു ടെസ്റ്റ് പനിയാണ്. പിന്നെ ഞങ്ങൾ പല പ്രാവശ്യം ലിവർ സിറോസിസ് ഉള്ള ആൾക്കാരെ വ്യത്യാസപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ പല ടെസ്റ്റ് മനീസ് ഉണ്ട്. എല്ലാം ദൈവത്തിന് സ്തുതി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്തിരി കാര്യങ്ങൾ ഇനി കേൾക്കാൻ ആഗ്രഹമുണ്ട്. സാറിന് എന്തെങ്കിലും വിട്ടുപോയെന്ന് തോന്നുന്നത് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാൻ, ലൈഫ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഈ ഒരു വർക്കുമായിട്ട് റിലേറ്റഡോ. സോ ഞാൻ ഒറ്റ കാര്യമേ പറയാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യാം. അതായത് ഈ
പലരും അഡിക്ഷനിലേക്ക് വരുന്നതിന്റെ കാരണം ഇതൊരു TV ഷോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കായിരുന്നു. പക്ഷെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, എന്തുകൊണ്ടാണ് ആൾക്കാർ അഡിക്റ്റ് ആവുന്നത്? അപ്പൊ ഞാനിതിന് ചോദ്യം പല പ്രാവശ്യം ചോദിച്ചതാണ്. ഇതിന് എനിക്ക് കിട്ടിയ ഒരു ആൻസർ ഇതാണ്: ദൈവം നമ്മളെ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു ആൾക്കാരായിട്ട് നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അത് ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു കുടിക്കുന്ന ഒരാളെ പറ്റി ഓർത്തോ, കുടിയെടുക്കുന്നത്. ആ ആള് കുടിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യും? എന്ത് വേണേലും ചെയ്യും. ആൾക്കാരെ അടിക്കും, ഇടിക്കും, അവിടെ പോയി ബഹളം വെക്കും, ബീവറേജസിൽ ക്യൂ നിൽക്കും, എന്ത് വേണേലും ചെയ്യും. എന്തിനാ? കുടിക്കാൻ കിട്ടാൻ. നമ്മൾ ക്രിസ്ത്യനായിട്ട്, ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിട്ട് അതേപോലെ ഒരു ബിഹേവിയർ യേശുവിന് വേണ്ടി ചെയ്യുവോ? ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതം യേശുവിന് വേണ്ടി അഡിക്റ്റഡ് ആയിരിക്കണം എന്നാണ്. അപ്പൊ ഈ അഡിക്ഷന്റെ പോസിറ്റീവ് സൈഡാണ്. നമ്മളെ അഡിക്റ്റ് പോലെ ബിഹേവ് ചെയ്യണം നമ്മൾ യേശുവിനെ അടുത്ത് വരാനായിട്ട്. അങ്ങനെ വരുവാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒരു അഡിക്ഷന്റെ ആവശ്യമില്ല. എന്നാ യേശു അല്ല നമ്മുടെ അഡിക്ഷൻ എങ്കിൽ നമുക്ക് ഒരു അഡിക്ഷനിലും നിൽക്കത്തില്ല. അവർ ആദ്യം ഒരു സ്മോള് തുടങ്ങും, പിന്നെ അത് ലാർജ് ആവും, പിന്നെ അതൊരു ക്വാർട്ടർ ബോട്ടിൽ ആവും, പിന്നെ ഒരു ഫുൾ കുപ്പിയാവും. എന്നാലും പോരാ, ഒരു അഡിക്ഷൻ ആവും, പിന്നെ അത് പോരാ, പിന്നെ അഡിക്ഷൻ ആവും. അങ്ങനെയാണെങ്കിൽ ഹോമോസെക്ഷലും മറ്റതും LG എല്ലാം വരുന്ന അതിലാ. കാരണം ഒന്നും കൊണ്ട് മതിയാവുന്നില്ല. എന്നാൽ യേശു ആണെങ്കിലോ ഒന്ന് മതി. എന്നാൽ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് നമ്മൾ യേശുവിൽ അഡിക്റ്റ് ആയിരിക്കണം എന്നുള്ള ഒരു ബിഹേവിയർ ഉണ്ടാവണം എന്നാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ അങ്ങനെയാണ് നമ്മളെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. സാറേ, സാറിനൊന്ന് പ്രാർത്ഥിക്കാം, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. തകർന്ന ജീവിതങ്ങളുണ്ട്, അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസിലൂടെ പോകുന്നവരുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു സാറേ, നമ്മൾ ഈ പറഞ്ഞ ഇതിനോടൊക്കെ എനിക്കൊന്നു സാറിന് ഈ കാര്യത്തിൽ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് യു ക്യാൻ മേക്ക് എ കമൻറ്റ്. ബിക്കോസ് ഈ ഇതിനകത്തൊക്കെ ഒരു പൈശാചിക ഇൻഫ്ലുവൻസ് കൂടെ ഉണ്ട് അല്ലേ? കാരണം ജീവിതങ്ങളെ തകർക്കുന്നത് പിശാചാണ്. അത് സെക്കുലർ കൗൺസിലിംഗ് സെൻറ്റർ നടത്തുന്നവരൊരു പക്ഷേ അത് പറയില്ല. പക്ഷേ നമ്മളെപ്പോലെയുള്ള ദൈവജനം അറിയാവുന്നവർക്കറിയാം ഇതിൻ്റെയൊക്കെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു അന്ധകാരമുണ്ട്. ശരിക്കും നമ്മുടെ യുദ്ധം ആ ഒരു അന്ധകാരത്തിനെതിരെയാണ് അല്ലേ? അബ്സല്യൂട്ട്ലി. അതല്ലേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞേ, നമ്മൾ ചെയ്യുന്നത് യേശുവിനെ കണ്ടുപിടിക്കാനുള്ള, ദൈവത്വമായിട്ട് കൂട്ടിമുട്ടാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതല്ലാതെ നമുക്ക് വേറെ ഒന്നുമില്ല പറയാനും കൊടുക്കാനും. ഞങ്ങളുടെ രീതി ഇതാണ്. ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവാൽ അവര് രൂപാന്തരപ്പെടുന്നു. നമ്മുടെ കയ്യിലല്ല. ഈ ആൽക്കഹോൾ എന്ന് പറയുന്നത് തന്നെ ഒരു ഈവിൾ സ്പിരിറ്റാ. അങ്ങനെ ഒരുമാതിരിയല്ല. ഇപ്പം അതുകൊണ്ടാണ് ഈ ഈവിൾ സ്പിരിറ്റ് കൂടി 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 വരുന്നത്. ഇത് മാറണമെങ്കിൽ യേശുവിന്റെ ദൈവത്തിന്റെ ഹോളി സ്പിരിറ്റ് വരാതെ ഈ സ്പിരിറ്റ് മാറത്തില്ല. അത് ഉറപ്പാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് ഡെലിവറൻസിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അബ്സല്യൂട്ട്ലി. അതെ സാറേ, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ, ചുരുക്കമായിട്ട്. ഞാൻ മലയാളത്തിൽ പ്രാർത്ഥിച്ച് എനിക്ക് പരിചയമില്ല. കുഴപ്പമില്ല, ഇംഗ്ലീഷിലോ. Heavenly Father, we thank you for this time together. For every person that's listening, we worship you. And we give you glory for their lives, Lord. We celebrate life, oh Father. The reason we celebrate life is because we understand that life is so precious to you. And Lord, if for every person that is watching, where this video goes around, we pray, Father, that you would use this for your glory. You take all the glory, Lord. And we pray, Father, that this would become, Lord, a stepping stone for somebody in need, somebody who's struggling. We pray, Lord, within families, for people who are watching right now, that you would stretch out and touch this person. Lord, we pray a deliverance in Jesus' name. We pray a release in Jesus' name of the body, soul, and spirit from any bondage that is holding them down. And we speak your freedom into their lives. We pray, Lord, for friends of people who are watching, that you would cause them to become an influence, a blessing, a testimony to them. In that, they would bring your love into their lives and set them free from their addictions.
We pray, Lord, for the state of Kerala. We pray very specially with this phase that Kerala is going through, with the inflow of so much of substance. We pray, Lord, that there would be a breakthrough. We pray for the many that are addicted and are causing violence and causing damage. We pray to themselves and to their families and their loved ones that you would intervene, Abba Father. Thank you, Jesus. Thank you for Azad TV and their work. Continue to bless them. Pray for Abhayam and its work. We ask you would bless. We give you glory, we give you honor. In Jesus' name, amen. ആമേൻ, ആമേൻ. Thank താങ്ക് you. യു സാറേ, താങ്ക് യു. ഒത്തിരി സന്തോഷമുണ്ട് ഇത്രയും സമയങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിൽ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അഭയത്തിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് വേണ്ടവർ അഭയത്തിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് ഇടുക. വിൽ ട്രൈ ടു ഹെൽപ്പ് യു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ വീക്ക് മുഴുവൻ മൺഡേ മുതൽ അടുത്ത സൺഡേ വരെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്ക് ലഹരി വിരുദ്ധ സംസ്ഥാനങ്ങളുണ്ടാകണം. കേരളം അങ്ങനെ ആയിത്തീരട്ടെ, മലയാളികൾ അങ്ങനെ ആയിത്തീരട്ടെ. ഒരു നല്ല ആഗ്രഹമാണ്. പ്രാർത്ഥന ഇതിന് വലിയ ആവശ്യമാണ്. കാരണം ഈ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, ഈ പോരാട്ടം വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാര ശക്തികളോടുമാണ്. സോ പ്രെയറാണ് ശരിക്കും ഈ അന്ധകാരത്തെ ട്രാൻക്വിലൈസ് ചെയ്യുന്നത്. അത് അറസ്റ്റഡ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആളുകളെ റെസ്ക്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ് ഗോഡ്. താങ്ക് യു സാറേ.